السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا محمد قد حل بما قد علمت من العذاب الظلم والضعف الشديد والسعد يا رب صل على النبي محمد. ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മീലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് നബിദിന ചിന്തകളിലൂടെ കടന്നു പോകുന്ന സത്യവിശ്വാസികളിൽ നല്ലവരായി നല്ല ഉദ്ദേശവുമുള്ളവരായി ഹൃദയാന്തരാളത്തിൽ സൂക്ഷിക്കുന്ന റസൂൽ എന്ന പ്രവാചക സ്നേഹത്തിന്റെ ശമ്പളം അവിടുത്തേതായ ജീവാനാഥക ലോകത്തിന്റെ അടുത്തമാക്കിയ നമുക്ക് തെരുമാറാകട്ടെ. മൗത്തിന് മുമ്പ് അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന മുഖം ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ്. ജനാസ ഒന്നിന് കബറിലേക്ക് എത്തുമ്പോൾ ഇരു കരങ്ങളും നീട്ടി നീ എന്റെ ഹൈറുൽ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നീങ്ങുക എന്ന് പറയുന്ന ഏറ്റെടുക്കലുണ്ട്. ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ വലിയ അനുഗ്രഹം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. നമ്മൾ ഈ സ്ഥാപനത്തിനെല്ലാം ബർക്കത്തും പണ്ടൊരു തവണ അവിടെ വന്നതാണ്. ഇതിന്റെ തുടക്കം നടക്കുന്ന സമയത്ത് ഒരു മജിൽസിയാവാം. അപ്പൊ അത്ര എന്തായാലും നമുക്ക് മരിക്കണ്ടേ? മരിക്കാൻ ആഗ്രഹമുള്ളവർ കൈകൊക്കി ആലോചിച്ച് നോക്കിയാൽ ആലോചിച്ചിട്ട് കൈകൊക്കി മരിക്കാൻ ആഗ്രഹമുള്ളൂ. എല്ലാത്തിനും നമുക്ക് വീട് പണിയാൻ ആഗ്രഹമുണ്ട്, മക്കളെ കെട്ടിക്കാൻ ആഗ്രഹം, വണ്ടി മേടിക്കാൻ ആഗ്രഹം, പുതിയ ഡ്രസ്സ് മേടിക്കാൻ ആഗ്രഹം, എല്ലാം ഉണ്ടല്ലോ. ഒരാഗ്രഹം നമുക്ക് വേണ്ടേ? മരിക്കണം. മരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം കൈകൊടുക്കും. 5 പേരെ കൈകൊക്കി, 6 പേരാ കൈകൊക്കിയിരിക്കും. ഞാനും കൈകൊക്കി 7. അപൂർവ ദിവസ നോക്ക് കൈകൊക്കും. ഒക്കെങ്കിലേ പറ്റൂ. നമ്മളൊക്കെ പരിപാടി നല്ല രീതിയിൽ ആൾക്കാരെ മരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുന്ന പണിയാണ്. ഞങ്ങൾ വൈദ്യന്മാരാണ്, ആത്മീയ ചികിത്സയാണ്, വൈദ്യന്മാരാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അല്ലാഹു നമ്മളെ ഖൈറിന്റെ മൗത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ്. അതിനൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതിലേക്കൊക്കെ സൂചന റബീഉൽ റബീഇന്റെ വാപ്പം. ആ പ്രസംഗത്തിനൊക്കെ ഭയങ്കര റബീഅ. ഏത് കാലത്ത് പ്രസംഗിച്ചാലും മൂപ്പരുടെ പ്രസംഗം റബീഅ. ഏത്
കാലാവസ്ഥയ്ക്കും പറ്റിയ വസന്തം ഇങ്ങനെ ഒഴുകും. അല്ലാഹു തആല കൊടുത്ത ആ ബർക്കത്ത് മൗത്ത് വരെ നിലനിർത്തി. അബൂ റബീ അഹ്യാ ജീവിപ്പിച്ചു. റബീ അൽ ഖൽബ്, ഹൃദയത്തിന്റെ റബീഇനെ, നമ്മളെ ഹൃദയത്തിന്റെ വസന്തം, പൂക്കാലം, ആ പൂക്കാലത്തിനെ ജീവിപ്പിച്ചു. ശഹറുൽ മൗലിദ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന ഈ റബീഉൽ അവ്വൽ മാസം മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കൂട്ടരിൽ അല്ലാഹു നമ്മളെ മക്കാന ഹുബ്ബു മുഹമ്മദിൻ ഫീ ഖൽബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം എവിടെ വെച്ച് എപ്പോൾ പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും, ഏത് ഭാഷയിൽ പറഞ്ഞാലും, ഏത് രാജ്യത്തിൽ പറഞ്ഞാലും അത് മനുഷ്യൻ തന്നെ പറയണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം മനുഷ്യേതര ജിന്ന് സൃഷ്ടികൾ പറഞ്ഞാലും, സസ്യജലകളാണെങ്കിലും ഇഴജന്തുക്കളാണെങ്കിലും അവർക്കെല്ലാം മനസ്സിൽ നിറഞ്ഞ തുളുമ്പും മുഅ്മിനീങ്ങളായ നമുക്ക് കൂടുതൽ ഭയഭക്തി ഉണ്ടാവും. വലകുൽ ഖുശൂഉ എന്തിനെ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞാലും മനസ്സിന് മാറ്റമില്ല, റബീഉൽ അവ്വൽ വന്നാലും മാറ്റമില്ല, മൗലിദ് നടത്തിയാലും മാറ്റമില്ല, ഇനി നബിയെ കണ്ടാലും മാറ്റമില്ല. അങ്ങനെ ഒരു കൂട്ടർ മദീനയിലുണ്ടായത്. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവർ രൂപത്തിൽ മുസ്ലിംമാരല്ല, മുസ്ലിമീങ്ങളാണ്. രൂപത്തിൽ, പാവത്തിൽ കുഴപ്പക്കാരാണ്. ഇന്നൽ മുനാഫിഖീന ലാ യുമിനൂൻ, വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർ ഭയങ്കര ഭക്തി കാണിക്കും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ നബി തങ്ങളോട് വെറുപ്പാണ്. മുനാഫിഖ് അല്ലാഹു മൻ ലം യകുൻ ബി ഖൽബിഹി ഹുബ്ബുൻ നബി. പ്രവാചക സ്നേഹമില്ലാത്ത ഒരാളിന്റെ ഹൃദയം ഫഹുവൽ മുനാഫിഖ്, അവൻ കപട വിശ്വാസിയാണെന്ന് മഹാന്മാർ പറയുന്നു. وَمِنْ غَيْبَةَ كَافِرٍ حَتَّى ارْتَضَى أَوْلَادُ وَعَادَتِكَ مَعَهُ الْبَقَاءُ. ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനോട് നടന്നു പോകുമ്പോഴേ ഒരു മാൻകിടാവ് വിളിച്ച സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ജ്യോതിഷത്താണ്. മാൻകിടാവ് വിളിച്ചു വന്നിരിക്കുന്ന അതിരിക്കിനി എന്നെ അഴിച്ചു വിടുമോ? കരുണയുടെ കാരുണ്യത്തിന്റെ പ്രവാചകരെ, കരയുന്നവരോടും ഏങ്ങുന്നവരോടും വിഷമിക്കുന്നവരോടും സഹതപിക്കുന്ന ദുഃഖം പങ്കിടുന്ന കാരുണ്യ പ്രവാചക, ഞാൻ ഒരു നബിയാണ്. മാൻപേട എനിക്ക് 2 മക്കളുണ്ട്. ആ നഗര കാണുന്നതായ ആ മടയ്ക്കുള്ളിൽ, ആ കുറ്റിക്കാട്ടിനുള്ളിൽ ഈ ചാരിൽ ഉറങ്ങുന്ന അയറാബി എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നു. അയാൾക്ക് ക്ഷീണം വന്നപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്, ചാരി ഉറങ്ങുകയാണ്. നബിയെ എന്നെ നടിച്ചുവിടുവോ? അയാൾ ഉണർന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി കഴുത്തിൽ കത്തിരി ചർക്കും, എന്റെ മാംസം അയാൾ ഭക്ഷിക്കും. അതിനു മുമ്പ് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്, പാല് കുടിക്കുന്ന മക്കൾ.
ആ മക്കൾക്ക് ഞാൻ പാല് കൊടുത്തോണ്ട് വരണ്ടേ? ഉമ്മയാ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ ആളുകൾ ചുരത്തി നിൽക്കുന്നതാണ് ഈ പാല് എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. അവർ ഉമ്മാകുന്നതായി എന്നെ കാണാതെ വിഷമിച്ച് അലറി കരയുക കുഞ്ഞുങ്ങൾ. മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ ഉമ്മാക്ക് ചിരി വരുമോ കരച്ചിലോ? ഇതായിരിക്കുന്ന പൊടി മക്കളോട് ഞാൻ ചോദിക്കുക, എന്താ മിണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് പനി വന്ന് ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മമാർക്ക് നിങ്ങളോട് സന്തോഷം വരുമോ? ഒരിക്കൽ പറയാൻ വരുമോ? സങ്കടം വരുത്തിട്ടോ? ഉമ്മാക്ക് സങ്കടം വരുത്തില്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കാത്ത മക്കളെ നിങ്ങൾ എന്തോ വിളിക്കും? ഉമ്മ എന്തോ വിളിക്കും? വേണമെങ്കിൽ കഴിക്കണമെന്ന് പറയുമോ? പിന്നെന്തോ പറയുന്നത്? കരുണയുടെ വർത്തമാനം, കണ്ണേ പൊന്നെ കരളെ കഴിക്ക്. നമ്മളെയൊക്കെ പോറ്റി വളർത്തി നമ്മൾ ഉമ്മാരൊക്കെ മുട്ടായില്ലേ? സ്വർഗം വാപ്പമാരൊക്കെ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്കും വാപ്പമാർക്കും അല്ലാഹു ആരോഗ്യ അതൊക്കെയാണ് നമ്മുടെ ഉമ്മ. ഇതൊരു നാൽക്കാര്യം ഉണ്ടമാണ്. ഹബീബിനാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നു, മാംഗ്ലാലെ നീ പറഞ്ഞത് ശരിയാണ്, അയാൾ ചെയ്തത് ശരിയാണ്. അയാൾക്ക് വേട്ടമൃഗമാണ് നീ, അള്ളാഹു നിന്നെ ഹലാലാക്കി കൊടുത്തിരിക്കുക. അപ്പൊ അതിൽ എനിക്ക് നിയമതടസ്സം ചെയ്യാൻ പറ്റൂല. പിന്നെ നിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, നിന്നെ ഞാൻ അഴിച്ചുവിടാം. അഴിച്ചുവിട്ടാൽ നീ തിരിച്ചു വരുമോ? അതാണ് അറിയുന്നത്. നിന്നെ ഞാൻ അഴിച്ചുവിട്ടാൽ നാൽക്കാലിയാകുന്ന നീ തിരിച്ചു വരുമോ? പ്രവാചകനായി ഞാനിവിടെ ജാമ്യം നിൽക്കുകയാണ്. തങ്ങൾ ജാമ്യം നിന്നു. ആ കാഫിറായ അഅറാബിയുടേതായ ദൈവത്തിനെ ജാമ്യം നിന്നു. ഇത് കേട്ടപ്പോൾ മാങ്കിളാവ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ സാദിഖുൽ മസ്ദൂഖായ നബിയാണെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കരാറ് ലംഘിച്ചാൽ തങ്ങൾക്കത് വലിയ മനോവേദനയാണ്. തന്നെയുമല്ല, അഅറാബിയുടെ മുമ്പിൽ മാനഹാനി സംഭവിച്ചു പോവുകയില്ലേ? അതുകൊണ്ട് ഞാൻ കാരണം ഒരു ദുഷ്പേരും ഒരു മാനഹാനിയും അള്ളാഹുവിന്റെ ഹബീബായ നബിയെ തങ്ങൾക്ക് ഞാൻ വരുത്തില്ല. ഇതാണ് എന്റെ പോയിന്റ്. ഇതാണ് എന്റെ പോയിന്റ്. ഞാൻ കാരണം, എന്റെ ദുഷിച്ച പ്രവർത്തനം കാരണം, ദുസ്വഭാവം കാരണം റസൂലുള്ളാഹിക്ക് പേര് ഞാൻ വരുത്തത്തില്ല, ദുഷ്പേര് വരുത്തത്തില്ല. ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നത്. ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? നമ്മളെ പ്രവർത്തനങ്ങളിൽ റസൂലുള്ളാഹി വേദനിപ്പിക്കുന്ന 100,000 കാര്യങ്ങൾ, 100,000 കാര്യങ്ങൾ, ശർഈ വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയിപ്പിക്കുകയാണ്. ഖബറിൽ കിടന്നുകൊണ്ട് അവരുടെ ദുഃഖം കടിച്ചമർത്തുകയാണ്. എന്റെ ഉമ്മത്ത് സുതാര്യം സുഹൃതം പ്രവർത്തിച്ചാൽ ഹമിദുല്ലാഹ്, ഞാൻ ആ ഖബറിൽ കിടന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് മാങ്കിലാവ് നയിച്ചു നബി തങ്ങളോട് നിന്നു. അത് പെട്ടെന്ന് ചീറിപ്പാച്ച് ഓടി. കുഞ്ഞുമക്കളെ വിളിച്ചു, മക്കളെ അവസാനത്തെ അന്നിഞ്ഞാണ്, കുടിച്ചോ. കുഞ്ഞുങ്ങൾ കുടിച്ചു. ഇനി ഒട്ടുകൂടെ വെയിറ്റ് ചെയ്യുന്നില്ല, സമയമില്ല. റസൂലുള്ളാഹി ജാമ്യം നിൽക്കുക. എനിക്ക് പെട്ടെന്ന് ചെയ്യണം, നബി തങ്ങളെ മാനം കാക്കണം, അഭിമാനക്ഷണം വരുത്തരുത്. ഒരു മാങ്കിളാവ് ചിന്തിച്ച ചിന്ത മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന എന്റെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഫാമിലി ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഹർക്കാത്ത് സക്കനാത്തിലുണ്ടോ?
എന്തെല്ലാം തിന്മയുടെ വാഹകരായി നമ്മൾ അവപ്പതിച്ചു പോയിരിക്കുന്നു. കരാർ ലംഘനത്തിൽ നമ്മൾ മുൻപന്തിയിലായിരിക്കുന്നു. കരാർ പാലനത്തിൽ ജീവൻ നഷ്ടപ്പെടും അടുത്ത നിമിഷം എന്നതിനാമിരുന്നിട്ടും ആ മാൻപേട വരുന്നു, കൃത്യത പാലിക്കുന്നു. അത്ഭുത അറബി കണ്ടു തുറന്നു. അവിടെ നിൽക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഇവിടെ നിൽക്കുന്നത്? അതെ, നീ പിടിച്ചോണ്ടുള്ള മാൻകിടാവിനെ ഞാൻ അടിച്ചു വിട്ടിട്ടുണ്ട്, ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞു തീരുന്ന സമയം മാൻകിടാവ് തിരിച്ചു. മാൻകിടാവ് വന്നില്ലെങ്കിലോ എന്ന് ഇയാൾ ചോദിക്കുന്ന ടൈം എത്തിയപ്പോൾ മാൻകിടാവ് ഓടി വന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് മരിക്കണ്ടേ? ഇനിയും മിണ്ടത്തില്ല. മരിക്കണ്ടേ? എങ്ങനെ മരിക്കണം? എന്തെങ്ങനെ മരിക്കണം? വീട്ടിൽ നിന്ന് ഉമ്മായും വാപ്പായൊക്കെ മരിച്ചു പോയില്ലേ? ഭർത്താവ് മരിച്ചവരുണ്ട്, ഭാര്യ മരിച്ചവരുണ്ട്, മക്കള് മരിച്ചില്ലേ? എന്നിട്ട് നമുക്ക് ഇപ്പൊ എന്താ മരിക്കാനും പേടി? എങ്ങനെ മരിക്കണം? ഒരുങ്ങി മരിക്കണം. മക്കളെ, എങ്ങനെ മരിക്കണോടാ? എങ്ങനെ മരിക്കണം? ഒരുങ്ങി മരിക്കണം. ഒരുക്കം പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ മൂക്കാക്കാതിരിക്കട്ടെ. അങ്ങനെ എന്താണ് ഒരുക്കം? മുതാബഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതാണ് ഒരുക്കം പൂർത്തിയാകുന്നത്. ലാ യുമിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ പരിപൂർണ്ണമല്ല. നീ ഇഷ്ടപ്പെടണം. ഞാൻ കൊണ്ടുവന്ന നിനക്ക് നീ ഇഷ്ടപ്പെടണം. എല്ലാത്തിനും നീ ഇഷ്ടപ്പെടണം. ഞാൻ കൊണ്ടുവന്ന ശരീരത്താണ് ഇതിനു മുമ്പ്. ആ ശരീരത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ ബഹുമാനിച്ചോണം. സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കണം. കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചോളണം. അങ്ങനെ ഹലാൽ ചെയ്യാൻ പറഞ്ഞു ചെയ്യണം, ഹറാമ് വീഴ്ച. പിന്നെ എന്തൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തിന്മ കൊണ്ട്, തെറ്റ് കൊണ്ട്, മൊബൈൽ കളി കൊണ്ട്, ഗൂഗിൾ പ്രേമം കൊണ്ട്, മൊബൈൽ പ്രേമം കൊണ്ട് റസൂലുള്ളാഹിയെ കളയരുത്. ആരും അറിയാതെ കിട്ടുന്ന പ്രേമമാണ് ഈ മൊബൈലിനകത്തിരിക്കുന്ന പ്രേമം. ഒരു മൊബൈലും അറിയുന്നു. എടോ, അറിയുന്ന ആളുണ്ട്. അതാരാ? രണ്ട് മനക്കൊണ്ടോ. നീ എങ്ങനെയൊക്കെ പ്രേമിച്ചാലും കാണൂല. നന്മ ചെയ്താൽ റഖീബ് അലൈഹിസ്സലാം എഴുതും, തിന്മയാണോ നീ ചെയ്യുന്നത് മൊത്തം മുമ്പിൽ. ഇതാണ് കിതാബക്ക. വീട്ടിൽ നിന്നും ഒരിഞ്ഞ് അത്രയൊക്കെ തേച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കിതാബക്ക മഗ്ശറയിൽ പോകുമ്പോഴേ കുറ്റപത്രം റെഡിയാ. നമ്മൾ കുറ്റവാളിയാണ് നന്മയില്ലാത്തതിന്റെ പേരിൽ. അദ്ദീൻ അലൈഹിസ്സലാം എഴുതിയ വലിയ റിപ്പോർട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്. മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട്. ആട്ടോമാറ്റിക്കാണ്. അള്ളാഹു പറഞ്ഞു, വായിച്ചു. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇതുവരെയും എഴുതിയ തിന്മകൾ അള്ളാഹു മായ്ച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ഈ തിന്മകളെല്ലാം നമുക്ക് മായ്ച്ചിട്ടുണ്ട്. പാപികളായ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദോഷികളാണ്. ഇവിടെ വന്ന് എംബാദിയായി എന്ന് പറയുന്ന ദീനി സ്ഥാപനത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി നമ്മൾ വന്ന ആ ഒരു നന്മ കൊണ്ട് നമ്മളെ മുഴുവൻ തെറ്റുകളും അല്ലാഹു മായ്ച്ചിട്ടുണ്ട്. എന്തിനാണ് മായ്ക്കുന്നത്?
ഒരുങ്ങി മരിക്കാൻ. ഞാൻ നിർത്താൻ പോയ എന്താണ് ഒരുക്കം? യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ബിബാദി ഫദ്ഖുലി ജന്നതി. 5 യോഗ്യതകൾ, 5 യോഗ്യതകളിൽ മരിക്കണം. 5 യോഗ്യതകളിൽ മരിക്കണം. വലിയ പ്ലാനും പദ്ധതി എഞ്ചിനീയറിംഗ് നടത്തി വീട് പണി തീർന്ന് ഗൃഹനാഥൻ വരുന്നു. കരട് പരിശോധന നടത്താൻ ചോർച്ചയുണ്ടോ, അകലമുണ്ടോ, ഡാമേജ് ഉണ്ടോ? അയാളുടെ ബാധ്യതയാണ്. അയാൾ കൊണ്ട് കാശിന്റെ ഉത്തരവാദിത്വമാണ്. അയാൾ നോക്കണം. ബുദ്ധിമാനാണ്. ബുദ്ധിമാനായ മനുഷ്യ, ഇതറിയാവുന്ന നീ നിന്റെ ജീവിതത്തിന്റെ കരട് പരിശോധന നടത്തിയിട്ടുണ്ടോ? മരിക്കണ്ടേ കരട് പരിശോധന നീ നടത്തിയിട്ടുണ്ടോ? ഞാൻ തൗബ ചെയ്തിട്ടുണ്ടോ? എന്റെ കുറ്റകൃത്യം എത്ര മഹാഭയാനകമാണ്. അല്ലാഹു തആല വിളിച്ചില്ലേ? ആ വിളിക്ക് ഞാൻ അർഹനാണോ? എന്താ വിളിച്ചത്? യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന. മുത്മഇന്ന ശരീരമേ, മുത്മഇന്ന ശരീരം എന്ന് പറഞ്ഞാൽ ചാട്ടവും ഓട്ടവും അവസാനിപ്പിച്ച ശരീരം എന്നാ അതിന്റെ ഭാഷാർത്ഥം. എന്നാൽ അതിന്റെ ആന്തരികാർത്ഥം ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ കയ്യിൽ അകപ്പെടാതെ അവൻ താൻ തോന്നിത്തരങ്ങൾ നമ്മളെ തോന്നിപ്പിച്ചപ്പോൾ എടുക്കടാ മൊബൈല്, നീ ക്ഷീണിച്ചിരിക്കുകയാണ്, ടൈം പാസിന് ഒന്ന് കളിച്ചോ, രാത്രിയാണ്, നീ ഒന്ന് രക്ഷിച്ചോ തുടങ്ങിയ തോന്നിയാസം അത് ഇബ്ലീസിന്റേതായ പദ്ധതിയാണ്. ഇതിനെ പ്രതികരിക്കുന്ന ഒരു ശരീരം നമുക്ക് വേണം. ഇതിനെ അനുകൂലിക്കുന്ന ശരീരമാകരുത്. തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ ആ തെറ്റുകുറ്റത്തിനെ പ്രതിരോധിച്ച് നിർത്തണം. ഇത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതല്ല. ഇത് ഞാൻ കാണുന്നില്ല, ഞാൻ കളിക്കുന്നില്ല. ആഖിറ ലോകത്തിൽ ചെല്ലുമ്പോൾ ആയുസ്സിന്റേതായ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ പേടി വേണം, ജാഗ്രത വേണം. പണ്ട് കാലങ്ങളിൽ വയറുറങ്ങുമ്പോൾ പഴയ ആരോഗ്യങ്ങൾ 4 വരി പാടുപോ എപ്പോഴും പാടും. നീ കളിക്കുകയും വേണ്ട, ചിരിക്കുകയും വേണ്ട. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ അല്ലാഹു വന്നിട്ടുണ്ട്, ചിരിക്കണം. നീ അഥവാ നീ ചിരിച്ചാൽ ഒരുപാട് കഥയുണ്ട്. എല്ലാവർക്കും കളിയും ചിരിയല്ലേ വേണ്ടത്, എവിടെയപ്പോ അതല്ലേ വേണ്ടത്. ചിരിച്ച് കളിച്ചു മറിഞ്ഞാല നീ കാണുമേ. അങ്ങനെ കാണും. ഉസ്താദ് പറഞ്ഞാലും കേൾക്കൂല, കമ്പറ്റി പറഞ്ഞാലും കേൾക്കൂല, പാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും കേൾക്കൂല. നീ കാണും. എന്താ കാണും? യൗമൽ ഖിയാമത്തി ഖേദവും ബഹുഛേദമേ. ആഖിറ ലോകത്തിൽ നീ നിത്യം കരയാൻ പോവുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ കളി വിനോദം പാടില്ല, ഭൗതിക സംസാരം പോലും പാടില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഭൗതിക സംസാരം പിടിക്കുകയാണ്. പിന്നെ വലിയ കോട്ടൊക്കെ കെട്ടി ആകാശം മുണ്ട് കോടികൾ ചെലവാക്കി രാത്രി കിടന്ന് ഉറങ്ങുന്ന മനുഷ്യന്മാർ എങ്ങനെയെങ്കിലും ജീവിക്കുന്നു. ഇത് റസൂലുള്ളാഹിയുടെ എന്തെങ്കിലും ചര്യയുണ്ട്, ഏതെങ്കിലും തങ്ങളുടെ ഒരു സ്വഭാവം ഇതിനകത്ത് കാണാൻ ഒന്നുമില്ല. അള്ളാഹു ശൽമന്റെ കൊടുക്കട്ടെ.
അള്ളാഹുവിന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സ് ആമീൻ. യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന ശരീരം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ. മുത്മഇന്നയുടെ മഖാമിൽ മരിക്കണം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ പേടിക്കുക. വനഹൻ നഫ്സ അനിൽ ഹവാ, അതിന്റെ കൂടെ പിന്നെ ശൈത്താനെ കൂടെ ചേർക്കരുത്. പൈശാചികമായിരിക്കുന്ന സ്വഭാവങ്ങളെ തടയിടുക, മാറുക. അത് യഥാർത്ഥ മുമ്പിനായി നിനക്ക് കിട്ടുന്നതായ അഭയകേന്ദ്രം സ്വർഗമായിരിക്കും. ജന്നത്തുൽ മഅവയാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കും. അപ്പോ ഒരുക്കം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞത് എപ്പോഴാണ്? നഫ്സുൽ അമ്മാറ, നഫ്സുൽ അമ്മാറ, ശാരീരിക ഇച്ഛ. ശാരീരിക 10 വയസ്സുള്ള പിള്ളേർ മുതൽ 8 വയസ്സുള്ള പിള്ളേർ മുതൽ കണ്ടുപിടിക്കുന്ന കാലം മയക്കുമരുന്ന് അവൻ വീണിരിക്കുന്നു. ഗൃഹാന്തരീക്ഷങ്ങൾ മലിനപ്പെട്ടു. സ്ത്രീ സമൂഹം നല്ലതുപോലെ മദ്യപിക്കുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നഫ്സുൽ അമ്മാറ, ശരീരം കൊതിക്കുന്നതെല്ലാം കൊടുക്കുക. അതിന്റെ സത്യം മനസ്സിലാക്കുന്നില്ല. അതിൽ അല്ലാഹുവിന്റെ നിലപാട് വിലയിരുത്തുന്നില്ല. തങ്ങളുടെ നിലപാട് അതിൽ വിലയിരുത്തുന്നില്ല. രാജന്റെ കയ്യിലുണ്ട്, ശരീരം എന്റേതാണ്. രാജൻ എന്റേതല്ല, ശരീരം നിന്റേതല്ല. അതിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഉടമസ്ഥൻ തിരിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കും, എല്ലാം നീ കൊടുത്തെങ്കിലേ പറ്റും. അത് നിന്റെ മൗഢ്യമായ ചിന്തയാണ്. തിരിച്ചു കൊടുക്കണം. ആ ഉടമസ്ഥനത് നീതിപൂർവം വിസ്തരിക്കുമ്പോൾ മറുപടി പറയണം. നമ്മൾ സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പലരും ചോദിക്കും. അവർ അഹിതമായിട്ടുണ്ടാക്കുന്നൊക്കെ ഹറാമ. മോട്ടിച്ചുണ്ടാക്കുക, കള്ളക്കണക്കിനുണ്ടാക്കുക, അതൊക്കെ ഹറാമ. പോകട്ടെ, അല്ലാഹു നമുക്ക് തഖ്വ തരട്ടെ. ആ മാൻപേലയ്ക്കുള്ളതായ ആ ഹൃദയത്തിന്റെ ശുദ്ധി പോലും നമുക്കില്ലല്ലോ. സമയത്ത് റസൂലുള്ളാഹിനെ എത്തിയില്ലെങ്കിൽ നബിതങ്ങളെ കൂട്ടത്തില്ലേ, നബിതങ്ങളെ മാനഹാനി വരുത്തില്ലേ? മുസ്ലിമത്തായ ഞാൻ ഈ താപോന്നിത്തരങ്ങൾ കാണിച്ചാൽ എന്റെ നബിക്ക് എത്ര വേദനയാകും എന്ന് ചിന്തിക്കുന്നു. മദീന പള്ളി കുത്തുബോധിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു കരുത്തിൽ കേട്ടു. നിങ്ങൾ കേട്ട സംഭവങ്ങളാ, പക്ഷെ പറയാൻ നല്ല രസമാണ്. ഞാൻ ഉപ്പനിപ്പിയാന്നോട് പറയാ. ഒരു കരച്ചിൽ ജുമേശമയാ റസൂലുള്ളാഹി കുത്തുബോധിക്കൊണ്ടിരിക്കുക. നല്ല കരച്ചിൽ. ആ കരച്ചിൽ ആരാധി വിളിക്കുന്ന കരച്ചിലാണെന്നോ? പ്രസവേദന കരയുന്ന ഒട്ടകം പോലെ മദീന പള്ളി പ്രകമ്പനം കൊണ്ടു. ശബ്ദമാണ് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി ഇറങ്ങി വന്നു. സഹാബത്ത് മുഖാമുഖം നോക്കി ആര് കരയുന്നു? ശബ്ദവിടുന്ന് വന്നു. നോക്കുമ്പോൾ ഒരു ഈന്ത മടൽ അവിടെ ചാരി വെച്ചേക്കൊണ്ട്, ഈന്തപ്പനയുടെ മടല് അതിനകത്ത് ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞ് കരയല്ലേ. അപ്പൊ കരച്ചിരി നിന്നു. അപ്പൊ കരഞ്ഞാരാ? ഈന്ത മടൽ കരഞ്ഞു. കരയില്ലേന്ന് പറഞ്ഞപ്പം അനുസരിച്ചു. എന്താ സംഗതി പറയുന്നു, നബിയെ, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ കുത്തുബ ഓതുമ്പോൾ എന്നെ പിടിച്ചിരുന്നു. ആ സ്ഥാനത്താ നമ്മളിപ്പോ വാളും വഴിയൊക്കെ പിടിക്കുന്നു. റസൂലുള്ളാഹി പിടിച്ചു കാണിച്ചാൽ വാളും വഴിയൊക്കെ ഈ ഈന്തവളിനെ പിടിച്ചു കുത്തുബ ഓതിയിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഈന്തവളേ ഉള്ളൂ. അത്രയ്ക്കും ലറൂറത്തും ദാരിദ്ര്യമുള്ള കാരണമല്ലേ. നല്ല ചര്യയാണ്, പ്രവാചക ചര്യയാണ്. ജുമയുടെ ഹുത്തുബയിൽ ഖത്തീബിന്റെ കയ്യിൽ ഒരു അശയുണ്ടായിരിക്കണം. അതാ തെളിവ്.
പറ, സങ്കടം പറ. ഇന്ന് എന്നെ പിടിച്ചില്ല. എനിക്ക് എന്ത് അനുഭൂതിയായിരുന്നു. ഓരോ ആഴ്ചയിലെ മുബാറക്കായ കൈകൊണ്ട് എന്നെ ഒന്ന് തൊടുമ്പോൾ എനിക്ക് അത്ര അനുഭൂതിയാണ്. ഇന്ന് എന്നെ മാറ്റി നിർത്തി എന്റെ സ്ഥാനത്ത് എന്നെക്കാണ് യോഗ്യതയുള്ളതായ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ലഭിതങ്ങൾ അവാർഡ് പിടിച്ചു പഴയ പറ്റി. ഇതുകൊണ്ട് ഞാൻ കരുതുക, ഇതാണ് ഒരു തീപ്പട്ടിക്കോൽ ഒഴിച്ച് കത്തിച്ച് അടുപ്പി വെച്ച ചാമ്പലാവുന്ന ഒരു സാധനമാവ്. അതിന്റെ ഹുബ്ബറസൂൽ പറയുകയാണ്, നബിതങ്ങൾ എന്നെ തൊട്ടില്ല, കരയുകയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് നിനക്കെന്തോ വേണം, നിനക്ക് പ്രമോഷൻ തരട്ടെ? 2 പ്രമോഷൻ. ഒരു പ്രമോഷൻ, നിന്നെ മദീനയിലെ സമൃദ്ധമായ ഒരു നിനക്കത് മൂല്യം. നിന്നെ മദീനയിലെ സമൃദ്ധമായിരിക്കുന്ന ഒരു മനാണ്. നല്ല പൂങ്കുലകളെ കൊണ്ടും കായികളെ കൊണ്ടും ജലബീച്ചയും സമൃദ്ധമായ ഒരു പനയാകട്ടോ. ഒന്ന് ചാൻസ് അതല്ലെങ്കിൽ രണ്ടാമത്തെ ചാൻസ്, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെ ഒരു പനയാണ്. നിന്റെ കായികൾ അല്ലാഹുവിന്റെ മുഖർറബീങ്ങളായിരിക്കുന്നതായ ഇബാദ് ഔലിയാക്കളും സ്വാലിഹീങ്ങളും സ്വർഗവാസികൾ നിന്റെ പഴം പറിച്ചു ഭക്ഷിക്കും. നിനക്ക് 2 ചാൻസ്. ഏത് വേണം? നമ്മൾക്ക് ഇല്ല. നമ്മളെന്തോ പറയും, സ്വർഗം അവിടെ ഇരിക്കട്ടെ, ആദ്യം ദുനിയാവിനിതാണ്. ഇതാണ് നമ്മുടെ ഈമാൻ, ഇതാണ് നമ്മുടെ മുത്തുനബി. അല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യും ആഖിറത്തിലേക്ക്. ചാൻസ് വന്നു നബിയെ, ആ ആദ്യം പറഞ്ഞ ചാൻസ് ഇതാ. ഏത്? മദീനയിലെ സമൃദ്ധമായ പന. ഭൗതിക നേട്ടമാണ് നമുക്ക് ആഖിറത്തിനേക്കാളും മനസ്സിലുള്ളത്. ആ നിർജീവമായിരിക്കുന്ന മണല് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ സ്വർഗത്തിലേക്ക് പ്രമോട്ട് ചെയ്യുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെടുത്ത് അന്നത്തെ മസ്ജിദ് നബവിയുടേതായ ഉള്ളിൽ തന്നെ ഒരു ഖബറുണ്ടാക്കി, അതിൽ തന്നെ മറമാടിയിട്ടുണ്ട്. പിന്നെ 15 നൂറ്റാണ്ടായെങ്കിലും മടലുണ്ട്. സയ്യിദുനാ മുഹമ്മദ് അതാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവണോ? ആകണം നബിയെ. നഫ്സുൽ മുത്മയിന്നയിൽ നമുക്ക് മരിക്കണം. അതിനെന്തിക്കണം? തബിയൻ നീ പിൻപറ്റി ലിമാ ജീതു ബിഹി, ഞാൻ നിനക്ക് തന്ന ഉപദേശത്തിനെ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരുപാട് കാര്യങ്ങളൊക്കെ അബൂ റബി ഉസ്താദ്, നമ്മൾ ഹസൻ ബസരി ഉസ്താദൊക്കെ നല്ലോണം പ്രസംഗിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഈ വൈദ്യ ചികിത്സയാണ് ചെയ്യുന്നത്. ആ ചികിത്സ ഫലപ്പെടട്ടെ. മോമിനിയങ്ങൾക്ക് ഫലപ്പെടും. ഇന്താദിയ കൊണ്ട് ലക്ഷ്യമിട്ട കാര്യം അസംബന്ധിച്ച് ഉസ്താദ് ഇതിനെ സഹായിച്ച പലരും ഖബറിലാണ്. റബ്ബേ, നീ മൗബറം എന്ന പാപമോചനം കൊടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൽ ഖുർആനിൽ ഇൽമിന്റെ പഠനം നടക്കുമ്പോൾ ആ മക്കൾ പഠിച്ച ആ പാരായണം മതി. ഇതിലാഭിലാക്ഷികൾ ഇന്ന് ഖബറിൽ സുഖിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അതാണ് ദീനി സ്ഥാപനത്തിന് കൊടുക്കുന്നതിന്റെ സ്വഭാവം. നമ്മളെ വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ ആണ്ട് നേരത്തെ നമ്മൾ നടത്തും. ആ പാവപ്പെട്ട ഉമ്മായും വാപ്പായും 364 ദിവസം ഖബറിൽ പട്ടിണി കിടക്കും. എന്തിനാ? മോന്റെ മോളെ മരുമോളെ ആശയിക്കില്ല. 365 നമ്മൾ ആളെ പിടിച്ചു കൊടുക്കും. ഇതങ്ങനല്ല, ഇത് രൊക്കത്തിന്റെ രൊക്കം. അതാണ് ഇൽമ്. സ്ഥാപനത്തിന് സഹായിച്ചവർ അല്ലാഹു ഖബറിൽ സന്തോഷിപ്പിക്കും. സഹോദരിമാർ ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ബിൽഡിങ്
കുറച്ച് കല്ല് വേണം അല്ലേ? കല്ലും മണലൊക്കെ വേണം. ഇതിൻ്റെതായ മേളിൽ പണി മുടക്കിയാണ് നമ്മളെ ആശയമനുസരിച്ച് ഇപ്പം കൊടുത്താൽ പല വകയിലൊരു ചെലവാണ്. പക്ഷേ അത് ആഗ്രഹത്തിലേക്കുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി അത് അന്ന് നമുക്ക് കിട്ടും. സഹായിക്കുന്നവർ അള്ളാഹു സഹായിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലും ഭാര്യ മക്കളുടെ പേരിലൊക്കെ നിയ്യത്ത് ചെയ്തു അതിന് നിർമ്മാണത്തിന് ആവശ്യമായിരിക്കുന്ന സാമഗ്രികൾ സിമെന്റും കല്ലുമായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് പറഞ്ഞുകൊള്ളി. അന്ന് എത്ര കല്ല വേണ്ടത്? 3000 കല്ല് ഉണ്ട്. 6000 കല്ല, ഇനി 3000 കല്ലുകളുണ്ട്. അതിൽ 1000 500 അതല്ലെങ്കിൽ ഒരാൾ തന്നെ 3000 കൊടുത്താലും ഒന്നും നഷ്ടമല്ലല്ലോ. ആഖിറത്തിന്റെ സ്വത്തായിട്ട് മാറും. ഹബീബിനാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹഖ് കൊണ്ട് അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ ദാമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം الذي تنحل به القلب وتنفذ به القرب وتقضى به الحوائج وتنال به الغوائب سن الخواطم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة من نفس بعدد كل معلوم لك. അളവറ്റ സ്വലാത്തുകളാണ് ഈ ആദ്യത്തെ സ്വലാത്തുകൾ. അല്ലാഹു തആല ആരാണ് സഹായിക്കുന്നത്? അവരെല്ലാ വിഷമങ്ങളുള്ളതോ മാറ്റട്ടെ. എല്ലാവരുടെ ആശ്രയത്തിന്റെയും കഴിയുന്നവർക്കൊന്ന് തുടങ്ങി പറയും. എത്ര 50 100 500 മറക്കുന്നോ? ആരാണ് തുടങ്ങുന്നത്? സ്വലാത്തിന്റെ ആര്യായുടെ വർഗത്തോടൊന്ന് തുടങ്ങി. അൽഹംദുലില്ലാഹ്. എന്താ പേര്? വർഗത്തോട് ഇന്താദിയാണ്. 250 കല്ല് അല്ലാഹു തആല അബ്ദുർ റഹീം മുസ്ലിയാർക്ക് വർഗത്തെയും ഉമ്മാക്കും മാമാക്കും രണ്ടും ആയത്തിലുണ്ട്. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ എന്നാ. എന്തെങ്കിലും രോഗങ്ങളോ അസ്വസ്ഥതയോ അവർ വരാതെ നീ കാക്കണേ എന്നാ. ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന ഒരാൾ ഈ കിംസിനും മിംസിനും അനന്തപുരിയിലും അപ്പുറത്തപുരിയിലും അഡ്മിറ്റാക്കി ചക്രശ്വാസം ധരിക്കുന്ന സർജറിയുടെ അവസ്ഥയിലൊന്നും നീ എത്തിക്കല്ലേ എന്നാ അബ്ദുർ റഹീം മുസ്ലിയാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് ഭാര്യ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ. എത്ര മക്കൾ? 2 മക്കളെ ബർക്കത്തുള്ള മക്കളാക്കട്ടെ. മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ശഫാഅത്ത് ആ ഖബറിൽ അനിശ്ചിതം സ്വർഗീയ കുളിർക്കാറ്റാക്കി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. സയ്യിദനാ ചാനാങ്കര 51 ശിബിലി ചാനാങ്കര 250. അൽഹംദുലില്ലാഹ്. ശിബിലിക്ക് റഹ്മത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ബുദ്ധനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് ആ റഹ്മത്തിനെ ശിബിലിനെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അയൽമിന്റേതായ വസീലയിൽ ആ 2 കുടുംബത്തിനും ബർക്കത്ത് ചെയ്യും. ഇൽമിന്റെ വസീലയിൽ ശിബിലിയുടെയും റഹ്മത്തിന്റെ മക്കൾക്ക് അല്ലാഹു നല്ല ഇൽമും വിദ്യാഭ്യാസവും സൽഗുണ സമ്പന്നമായ സ്വഭാവവും നൽകും. അബ്ദുർ റഹീം ഇംദാദിയുടെ മക്കളെയും അത് ആലിമീങ്ങളാണ്. മഹാമാരിയായ രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ. ആ കുടുംബങ്ങളിൽ നിന്ന് മൊത്തായിപ്പോയ മൗഫറത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കഴിയുന്നവരൊക്കെ പറയും. 50 പറയുന്നവരുണ്ട്, 100 പറയുന്നവരുണ്ട്. ഈ വന്നൊരു ചാൻസ് നമ്മൾ ഇല്ലാതാക്കണ്ട. കഴിയുന്നവരൊക്കെ പറയുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. الفاتحة بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد
بسم الله الرحمن الرحيم قل هو الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا مولانا مصطفى محمد وعلى اله وصحبه ومن بالله صراط الله المستقيم دوام بالله انك لا اله الا انت يا ربنا ഞങ്ങൾക്ക് നോപ്പിക്കണേ അല്ലാ ഞങ്ങൾ അതിനെ മലയാളം ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും തിന്മകളും നീ മാപ്പിക്കണേ അല്ലാ ആദ്യ ലോകത്തിന്റെ സത്യത്തിന്റെ വിചാരണ കോടതി ഞങ്ങളെ പ്രതിജ്ഞയിലുള്ള എഫ്ഐആർ കുറ്റപത്രം ഈ മജ്ലിസിന്റെ സ്വഭാവത്തോടെ ബർക്കത്തോടെ സിദ്ദീഖുകൾ ശുഹദാക്കൾ സാലിഹീങ്ങൾ അതുകൊണ്ട് പുറത്തു തരണേ അല്ലാഹ് ആ തിന്മകളുടെ പേരിൽ നീ നരകവാസികളിൽ നിന്നും മായിക്കണേ അല്ലാഹ് ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും ചെറുമക്കൾ പെരുമക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരവാസികളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് അറിഞ്ഞുമറിയാതെ ഞങ്ങൾ ദോഷികളായി പോയിട്ടുണ്ട് എന്നാൽ ഹൃദയമായിട്ട് നീ തൗബ ചെയ്ത് പശ്ചാത്തപിക്കും ഞാൻ പുറത്തുതരാം ദോഷികളെ പാപം ചെയ്തവരെ നീ ആശങ്കപ്പെടണ്ട നിന്റെ പാപം ഞാൻ പുറത്തു തരാം നിനക്ക് പുറത്തു തരുന്നവരാണ് നീ ഞങ്ങൾക്ക് പാപം കൊടുക്കണേ പലതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ദോഷികളാണ് ഇവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ ഞങ്ങൾ പാപം പൊറുക്കപ്പെട്ടവരാക്കണേ അല്ലാ മരണത്തിന്റെ ഒരുക്കം വെക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ സാഹിത്യങ്ങളാക്കണേ അല്ലാ കുറ്റമുക്തമായ ജീവിതം ജീവിച്ച് നീ ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാണ് മരണസമയം റബ്ബേ നിന്റെ വിളിനാമം ഞങ്ങൾ കൊതിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്ന നിന്റെ വിളി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓരോ മുസ്ലിമിന്റെ മയ്യത്തിനെയും അല്ലാഹു സ്വാഗതം ചെയ്തുകൊണ്ട് നീ മറന്നേ നിന്റെ റബ്ബാവുന്ന വായെങ്കിലേക്ക് നീ മറന്നേ വീട് വിട്ട ദുഃഖം ഭാര്യ ഉപേക്ഷിച്ച ദുഃഖം കുടുംബം പിരിഞ്ഞ ദുഃഖം നിനക്ക് വേണ്ട നീ എന്നെ സ്നേഹിച്ചു ഞാൻ നിന്നെ സ്നേഹിച്ചു നീ എന്നെ ബന്ധപ്പെട്ടു ഞാൻ നിന്നെ ബന്ധപ്പെട്ടു നീ സാർവത്രികമായ തെറ്റുകുറ്റങ്ങൾ ഉപേക്ഷിച്ചത് എന്റെ ഹൃദയക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ നിനക്ക് ഹിത തന്നിരിക്കുന്നു അല്ലാഹു എന്റെ പ്രഖ്യാപനം കേൾക്കാൻ ഞങ്ങളെ മനസ്സ് കൊതിക്കുന്നു ഞങ്ങളുടെ കാത് കൊതിക്കുന്നു ഇതല്ലാത്തൊരു അഡ്മിഷൻ നീ സ്വർഗത്തിലേക്ക് കൊടുക്കുന്നില്ലല്ലോ അല്ലാഹ് മറുതിയായി നീ ഞങ്ങളെ മമതാക്കണേ അല്ലാഹ് നിന്റെ ഇബാദത്ത് പ്രഖ്യാപിച്ച സിദ്ദീഖീങ്ങൾ ശുഹദാക്കൾ സാലിഹീങ്ങളോടൊപ്പം നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാഹ് സ്വർഗീയാരാമത്തിലേക്ക് നീ അനുഗ്രഹം ചൊരിഞ്ഞു തരണേ അല്ലാഹ് അർഹമുർ-റഹീമായ റബ്ബുൽ ആലമീൻ സഹായിച്ചവരെ സഹായിക്കണം 3000 എല്ലാം ചോദിച്ചപ്പോൾ അതേറെ തന്നെ 2000-ഉം 500-ഉം 300-ഉം 50-ഉം തന്ന എല്ലാവരെയും നമുക്കറിയാം അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണിമാളികയ്ക്ക് അത് സബബാക്കി മാറ്റട്ടെ ആ കൈകൊണ്ട് ഈ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ഈ വെച്ച് നീട്ടുന്ന നമ്മുടെ വീടുകൾക്ക് അല്ലാഹു എല്ലാവരും സുരക്ഷിതത്വം കൊടുക്കുമാറാകട്ടെ അവരുടെ സമ്പത്തിന് ബർക്കത്ത് ചെയ്യട്ടെ അവരുടെ കുടുംബത്തിൽ ഭദ്രത നൽകട്ടെ അവരുടെ ശാരീരിക മാനസികമായ സൗഖ്യം അല്ലാഹു നൽകട്ടെ ഒപ്പം സഭാവനും തുകവനും ഒരുപാട് വായിക്കാനുണ്ട് ആരൊക്കെയാന്ന് തന്നെനിക്കറിയാമെന്നേ പ്രതിഫലം ഏറ്റി കൊടുക്കല്ലോ തന്നെയില്ല ഇന്നത്തെ ജീവനം
ചീരന് വിതരണം ചെയ്യുന്ന അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യുന്ന ആ കുടുംബത്തിൽ മക്കൾ ഇപ്പോൾ അവർക്ക് സ്വർഗീയ ഭക്ഷണം നീ നൽകണയല്ലോ, പാനീയം നൽകണയല്ലോ. സകറാത്തിൽ അവർക്കും നമുക്കും അല്ലാഹു എളുപ്പമാക്കിത്തരണം. റഹീമായ തമ്പുരാൻ, ഈ നാടുമായി ബന്ധമുണ്ട്. എന്റെ ജ്യേഷ്ഠ സഹോദരൻ ജലാലുദ്ദീൻ വാങ്ങിച്ചത് ബാണമുള്ള കമലത്തിന്റെ മാമാളെ മകളെ ആ ജ്യേഷ്ഠൻ മരിച്ചു, മകൾ മരിച്ചു, ആ ആമ മരിച്ചു, മാമി മരിച്ചു. ആ കുടുംബത്തിൽ പലരും മരണപ്പെട്ടു. അവർക്ക് അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. പ്രായത്തിൽ സന്തോഷവും മറ്റുള്ള സഹപ്രവർത്തകരായ ഉസ്താദുമാർക്കും ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിക്കാർക്കും അല്ലാഹു അദ്ദേഹം ഇവിടെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ അവിടെ വന്നല്ലോ, ആ ഒരു വലിയ അനുസരണം തന്നെയാണ് ദീനിന്റേതായ നമ്മൾ നിലനിർത്തട്ടെ. മാതാപിതാക്കൾക്ക് ദുഷ്പേരുണ്ടാക്കുന്ന മക്കളെ നീ തരല്ലേ അല്ലാഹ്. തന്ന മക്കളെ നീ വഴിയിട്ട മക്കളാക്കല്ലേ അല്ലാഹ്. ഉമ്മയുടെയും വാപ്പയുടെയും സ്വന്തം മക്കളാക്കി മരണം വരെ നീ സംരക്ഷിക്കണേ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പരാജയമാകുന്നതായ കയറൂരി വിട്ടതായ അവസ്ഥയിൽ ലോകത്തെ മുഴുവൻ യുവജനങ്ങളും ആത്മീയമായി അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ആത്മീയമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ദിശാബോധം നൽകുമാറാകട്ടെ. വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തിയും ബുദ്ധിയും വിജയവും കൊടുക്കണേ അല്ലാ. നമ്മുടെ ഈ കാരുണ്യവും നീ വർഷിപ്പിക്കണേ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم اجعل آخر كلامنا قول لا إله إلا أنت. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون. سلام على المرسلين. ഒറ്റവാക്കിൽ നന്ദി പറയാൻ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ മാനേജർ പള്ളി സുലൈമാൻ മൗലവി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന ഉസ്താദന്മാരും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവர்கள் അടക്കം അബൂറബി ഉസ്താദ് അടക്കം വന്ന എല്ലാവർക്കും, എല്ലാ ഉസ്താദന്മാർക്കും, അതുപോലെ എല്ലാ സഹോദരികൾക്കും അൽഹംദുലില്ലാഹ് ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.